ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ വീടുണ്ടല്ലോ, ഈ വീട്ടിൽ ഇങ്ങനെ നമുക്ക് ഈ സീരിയൽ ലൈറ്റൊക്കെ ഇട്ട് ഇന്ന് ഈ പള്ളി പെരുന്നാൾ വലിയ രീതിയിൽ ആഘോഷിക്കാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ മുണ്ടത്തിക്കോട് സമീപത്തെ എല്ലാ വീടുകളുടെ മുന്നിലും ഇത്തരത്തിൽ സീരിയൽ ലൈറ്റ് എല്ലാം ഇട്ട് അലങ്കരിച്ചിരുന്നു. പക്ഷേ ഈ നാട് മുഴുവൻ ഒരു ദുരന്തത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഇപ്പോൾ ഈ വീട്ടുടമസ്ഥനായിട്ടുള്ള സെൽജോ ചേട്ടൻ്റെ ഈ സെൽജോ ചേട്ടൻ്റെ വീടിനും ഈ അപകടത്തിൽ അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽ വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീട്ടിലെ ജനൽച്ചിലുകളെല്ലാം തകർന്നു. അയ്യോ, അരുൺ ദൃശ്യങ്ങൾ ഒരുപക്ഷെ കാണാൻ വേണ്ടി സാധിക്കും. ഈ വീടിൻ്റെ അകത്ത് പൂർണ്ണമായും തകർന്ന് കിടക്കുന്ന രീതിയിലാണ് ഉള്ളത്. ഇത് ഹോളാണല്ലേ? ഹോളാണ്. ഇത് കിച്ചൻ്റെ അവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു. ആ ഡോറ്, പിന്നെ അതേപോലെ തന്നെ അവിടെ ഒരു ഷെൽഫ് ഉണ്ടായിരുന്നു. അത് മൊത്തം തകർന്ന് വീണു. ഇവിടെ നമ്മൾ ഒരു ആഘോഷമായിരുന്നു, പള്ളി പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അമ്മയും പെങ്ങളൊക്കെ ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്താണ് ഇത് പൊട്ടിയത്. അപ്പം പാകം ചെയ്യുന്നു അടുക്കളയിൽ വെച്ച് ഭക്ഷണം ചെയ്യായിരുന്നു. അപ്പോൾ അത് പൊട്ടിയ ശേഷം അവർ ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത്. ആദ്യത്തെ പൊട്ടൽ കേട്ടപ്പോൾ തന്നെ ഇറങ്ങി ഓടി. കാരണം അത് ഭയങ്കര വീടൊക്കെ നന്നായി കുലുങ്ങുന്ന പോലെയായിരുന്നു. അപ്പോൾ അത് ശേഷം പേടിച്ചിട്ട് എല്ലാവരും ഇറങ്ങി ഓടി. അപ്പോൾ തന്നെ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു. മൊത്തം ഞങ്ങൾക്ക് ഭയങ്കരമായി പേടിയായി. ഈ ജനലൊക്കെ അവിടുന്ന് തെറിച്ച് ഇവിടെ വന്ന് വീണു. അവിടുന്ന് തെറിച്ച് ഇവിടേക്ക് വന്ന് വീണതാണ്. ഈ വർക്ക് ഏരിയ ഭാഗത്ത് നിന്ന് തെറിച്ച് ഇങ്ങോട്ട് തെറിച്ച് വീണല്ലേ? പിന്നെ അവിടെ വർക്ക് ഏരിയയിലുള്ള ഡോറൊക്കെ ആകെ നശിച്ച പോലെയാണ്, കുളത്താണ് കിടക്കുന്നത് ഇപ്പോൾ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ കൂട്ടമായി പൊട്ടിയ സമയത്ത് ആണോ ഏറ്റവും കൂടുതൽ? ഫസ്റ്റത്തെ പൊട്ടിൽ തന്നെ ഏകദേശം ഗ്ലാസ്സുകളൊക്കെ പൊളിഞ്ഞു വീഴാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ തന്നെ എല്ലാവരും ഓടാൻ തുടങ്ങി, ഇറങ്ങി ഓടാൻ തുടങ്ങി. കാരണം ഇത് അറിയില്ല, നമുക്ക് ഇതിന്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. ആദ്യം ശബ്ദം കേട്ടപ്പോൾ തന്നെ ഈ വെടിമരുന്ന് ശാലയ്ക്ക് തീപിടിച്ചതാണെന്നാണോ കരുതിയത് അദ്ദേഹം? അതായത് ഈ ആദ്യം ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി വെടിക്കെട്ട അപകടമാണ്, എന്തോ പ്രശ്നം മനസ്സിലായി. കാരണം ഇങ്ങനെ ശബ്ദം ഈ സമയത്തൊന്നും അവിടെ ഉണ്ടാവലില്ല. പിന്നെ നല്ല ശബ്ദത്തിലാണ് വന്നത്. മൊത്തം ഒന്ന് ശരിക്കും ഒറ്റ ഇങ്ങനെ ഒന്ന് ഇതായിപ്പോയി, ആടിപ്പോയി. വീട് തന്നെ ഒരു കുലുക്കത്തിൽ വന്നു പോയി. അപ്പോൾ നല്ല പേടിയായി. എന്താ സംഭവിച്ചത്? ആദ്യത്തെ പൊട്ടൽ തന്നെ. അപ്പോൾ തന്നെ നല്ല പേടിയായി പോയി. എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ലല്ലോ നമുക്ക്. ഇതിനെക്കുറിച്ച് ഒന്നും മുന്നേ ഒന്നും അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ നോക്കിയപ്പോൾ വേഗം എല്ലാവരും ഇറങ്ങി ഓടാൻ വേണ്ടി പറഞ്ഞു. നമുക്ക് സാധിക്കാവുന്ന ഒരു കാര്യമാണ്. നേരെ വീടിൻ്റെ മുന്നിൽ വന്ന് നിന്നു. ഇപ്പോൾ എന്താ സംഭവിക്കാൻ അറിയില്ല. അപ്പോഴൊക്കെ മുകളിൽ നിന്ന് എന്തൊക്കെയോ വന്ന് വീഴുന്നുണ്ടായിരുന്നു. കൂട്ടത്തോടെ പൊട്ടിയപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ എല്ലാവരും ഓടിപ്പോയി. ഇറങ്ങി ഓടി, എല്ലാവരും ഓടി. കാരണം ഇത് എന്താ സംഭവം എന്ന് അറിയില്ല. കാരണം ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇതിപ്പോൾ കാരണം നല്ല ചൂടായിരുന്ന സമയത്ത്, കാറ്റിങ്ങനെ അടിക്കുകയായിരുന്നു. ആ സമയത്ത് നമുക്ക് ഇവിടെ നിൽക്കാനുള്ള ഒന്നും നമുക്ക് തോന്നില്ല. നമ്മൾ ഇറങ്ങി ഓടുക മാത്രമേ ചിന്തയുള്ളൂ. വേറെ ഇതിൻ്റെയൊക്കെ ഇവിടെയൊക്കെ ആളുകളൊക്കെ എടുക്കണ്ടായിരുന്നു, ഗസ്റ്റുകളൊക്കെ വന്ന് എടുക്കണ്ടായിരുന്നു. ഈ പള്ളി പെരുന്നാൾ വേണ്ടി വന്ന ഗസ്റ്റുകൾ അത് തന്നെ പള്ളി പെരുന്നാളിന് വന്ന ഗസ്റ്റുകളായിരുന്നു. അപ്പോൾ അവർ ഗ്ലാസ്സൊക്കെ പൊട്ടി കണ്ടപ്പോൾ ആ ഡോറൊക്കെ മൊത്തമായിട്ട് പൊളിഞ്ഞു. അപ്പോൾ അവർ തന്നെ എല്ലാവരും ഇറങ്ങി ഓടി. ബാത്റൂമിന്റെ ഡോറൊക്കെ പൊളിഞ്ഞു പോയി. എല്ലാ ബാത്റൂമിന്റെ എല്ലാ ഡോറും പൊട്ടിപ്പോയി. ഇവിടെ എല്ലാ റൂമിന്റെ ഡോറും പൊട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഗസ്റ്റുകളൊക്കെ ഇവിടെ ഇരുന്നത്, കുറച്ച് ആളുകൾ ഇവിടെ ഇരുന്നത്. ഇവിടെ നമുക്ക് ഈ സെറ്റ് ചെയ്യുന്ന ഈ കർട്ടനൊക്കെ മുകളിലാണ് ഇരുന്നായിരുന്നത്. ഈ മുകളിലുള്ള കർട്ടനൊക്കെ ഇവിടേക്ക് തെറിച്ച് വീഴുകയുണ്ടായത്. മുകളിലെ ജനലിലുണ്ടായിരുന്ന കർട്ടനായിരുന്നു. അത് തന്നെ കർട്ടനായിരുന്നു. അപ്പോൾ മുകളിൽ നമുക്ക് ഈ വീടിനെ മുകൾ നിലയിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. കാരണം സെൽജോ ചേട്ടൻ പറയുന്നത് ആ വീടിൻ്റെ മുകൾ നിലയിലെ വാതിലുകൾ, ജനലുകൾ മാത്രമല്ല വാതിലുകൾ തന്നെ തകരുന്ന സ്ഥിതി ഉണ്ടായി എന്നുള്ളതാണ്. സെൽജോയുടെ മുകളിലും ഗസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? മുകളിലും ഗസ്റ്റ് ഉണ്ടായിരുന്നു. മുകളിൽ എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും അവരുടെ റൂമിൽ ഒന്ന് റെസ്റ്റ് എടുക്കുക എന്നുള്ള രീതിയിൽ അവരെല്ലാവരും അവിടെ ആയിരുന്നു. മുകളിലും ഇതേ ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും ഇറങ്ങി ഓടാൻ വേണ്ടി പറഞ്ഞു. ഇറങ്ങി ഓടി. എന്താ സംഭവിക്കണമെന്ന് പോലെ നമുക്ക് അറിയില്ല. ഇതൊക്കെ അങ്ങനെ സംഭവിച്ചായി. ഈ വാതില ഭിത്തിയൊക്കെ എല്ലാം പൊട്ടി, ഇതൊക്കെ ഇവിടെയും ഒക്കെ പൊട്ടി തെറിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു. ആ ഡോറാണ് ഇതാ ഇങ്ങനെ പൊട്ടി അതൊക്കെ എടുക്കുന്നത്. ഈ ഡോറ്. അത് കഴിഞ്ഞ് പുറത്തേക്കുള്ള ഡോർ അവിടെ ഉണ്ട്. അവിടുത്തെ ഡോറും ദൃശ്യങ്ങൾ വളരെ ഭീകരമാണ്. ഈ അപകടം നടന്നതിന് ഏകദേശം ഒരു 100-300 മീറ്റർ ദൂരത്താണ്. 100-150 മീറ്റർ അത്ര ഇത് അവിടെ കിടന്ന് കാണാൻ കഴിയും. സർഗം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയാം. അവിടെ ആ ഷെല്ലാണ് പൊട്ടിയെന്ന് സംശയിക്കുന്നുണ്ട്. ഇങ്ങനെ ഡോറ് പൊട്ടാൻ മാത്രം തെറിച്ചിരുന്നു അങ്ങോട്ട്. അവിടെ പീസ് ഉണ്ടായിരുന്നു. ഷെല്ല് ഇതാ കിടക്കുന്നു. അതായത് ഈ നീല കളറിൽ കാണുന്നത് അല്ലേ? ഈ നീല കളറിൽ കാണുന്ന അരുൺകുമാർ ഈ പടക്കത്തിന്റെ കൂടെ തെറിച്ച് വന്നിട്ടുള്ള ഒരു അവശിഷ്ടമാണ്. അതെ, ഒരു 10 രൂപേണ ഉണ്ടാവുന്ന, അമിട്ട് രൂപേണ ഉണ്ടാവുന്ന അമിട്ട് ഇവിടെ വന്ന് പൊട്ടിയതായിരിക്കാം ഒരുപക്ഷെ ഈ വീടിന് ഇത്രയും ഗുരുതരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ കാരണം. എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും അവശിഷ്ടം കാണുന്നുണ്ടോ ഇക്ബാൽ? അരുൺ, അതായത് ഇവിടെ ഒരു ബെഡ് ഉണ്ടായിരുന്നു. ആ ബെഡിലേക്ക് വന്നാണ് നേരെ ഈ അമിട്ട് വന്ന് പൊട്ടിയിരിക്കുന്നത്. അങ്ങനെ
ആണ് ഈ ബെഡ് പൂർണ്ണമായിട്ടും ഇവിടെ കത്തി കരിഞ്ഞു പോയത്. സമീപത്ത് തന്നെയുള്ള ഡോർ ആണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അമിട്ട അവിടെയല്ല പൊട്ടിയിരിക്കുന്നത്, മറ്റ് സമീപവാസിയുടെ വീട്ടിൽ വന്ന് അമിട്ട് വീണ് പൊട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വലിയ ഒരു അപകടത്തിൽ നിന്നാണ് അവർ രക്ഷപ്പെട്ടിരിക്കുന്നത് അല്ലേ? അത് ഉറപ്പിക്കാൻ കഴിയും. അരുൺകുമാർ തീർച്ചയായും അത് ഉറപ്പിക്കാൻ കഴിയും. കാരണം ഇത് അമിട്ടിന്റെ അവശിഷ്ടമുണ്ടോ അതിന്റെ കൂടെ? നിലവിലില്ല. ഇതെല്ലാം വെള്ളമൊഴിച്ച് കെടുത്തിയിരിക്കുകയാണ്. നേരത്തെ ആ അപകടം നടന്ന സംഭവ സ്ഥലത്ത് നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള ഈ സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ. ഇത് പല സമയത്തും പൊട്ടിത്തെറിച്ച് അവിടെ കിടക്കുന്നുണ്ടായിരുന്ന സമയത്ത് കുളത്തിലെല്ലാം കിടന്നിരുന്നു. ഇതിനെല്ലാം അവശിഷ്ടം പിന്നീട് ആ കുളത്തിൽ നിന്ന് മാറ്റുന്നുണ്ടായിരുന്നു. ഏതായാലും സെൽജോ ചേട്ടൻ്റെ വീടിൻ്റെ ഈ ടെറസ് ഭാഗത്തേക്ക് തെറിച്ച് എത്തി. പിന്നീട് ഇവിടെ നിന്ന് ഈ അമിട്ട് പൊട്ടിയതാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തം, ഈ അപകടം അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഭാഗത്തും ഉണ്ടാവാൻ കാരണം എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം അത് വന്ന് വീണ് പൊട്ടിയത് ഇതിന് തൊട്ട് ഇപ്പുറത്തുള്ള ഈ ഡോറും അതുപോലെ തന്നെ ഈ ചുവരുകളാണ് അരുൺകുമാർ പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നത്. ആ ഡോറ് തെറിച്ച് വീണിരിക്കുന്നു. അതിന് നേരെ എതിർവശത്തുള്ള ബാത്റൂമിൻ്റെ ഡോറും എല്ലാം തകർന്നു വീണിരിക്കുന്നു. ഈ വീടിൻ്റെ ഈ കെട്ട് തന്നെ പൊളിഞ്ഞു പോകുന്ന രീതിയിലേക്കാണ് ഇവിടെ ഈ അമിട്ട് പൊട്ടി ഈ ഇത്തരത്തിലൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. അരുൺകുമാർ എടുത്തു പറയേണ്ട വിഷയം, ഈ സംഭവം നടക്കുമ്പോൾ ഈ മുകളിലത്തെ നിലയിൽ തൊട്ടിപ്പുറത്തെ മുറിയിൽ ആളുകൾ ഉണ്ടായിരുന്നു. ഈ കുട്ടംകുളം പള്ളിപ്പെരുന്നാൾ കാണാൻ വേണ്ടി സെൽജോ ചേട്ടൻ്റെ വീട്ടിലേക്ക് വിരുന്നു വന്ന അതിഥികൾ ഉണ്ടായിരുന്നു. അവരെല്ലാം ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു അമിട്ട് ഈ മേഖലയിലേക്ക് വന്ന് ഇവിടെ വന്ന് പൊട്ടുന്നത്. ഇവിടെയുള്ള ആളുകൾക്ക് ആർക്കും പരിക്കൊന്നും പറ്റിയില്ലല്ലോ? ചെറുതായിട്ട് രീതിയിൽ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് നമ്മുടെ വൈഫിന്റെ ചേച്ചിക്കാണ് പൊള്ളലുണ്ടായത്. പിന്നെ അമ്മയ്ക്ക് അല്ല, അവര് താഴെ ഉണ്ടായിരുന്നു, മുകളിലും താഴത്തെ റൂമിലുണ്ടായിരുന്നു. അവര് അതായത് ഇറങ്ങി ഓടുമ്പോ ഈ ഷെല്ലുകളുടെ ചെറിയ ചെറിയൊരു സംഭവങ്ങൾ കയ്യിലേക്ക് അങ്ങനെ വന്ന് കുടുങ്ങിയത് കൊണ്ട് അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായതാണ്. പിന്നെ ഈ മുകളിൽ നിന്ന് ഈ കർട്ടനൊക്കെ പൊട്ടി വീണ് അവരെ മേത്തേക്ക് വീണത് സാഹചര്യം ഉണ്ടായിന്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് അവർക്ക് പിന്നെ ചെറിയ കൊച്ചിനെ ചെറിയായിട്ടൊരു പൊള്ളല് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അല്ല, എൻ്റെ ചേച്ചിയുടെ കൊച്ചിനാണ്. അപ്പോൾ അവരൊക്കെ അപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പ്രാഥമിക നമുക്ക് കാര്യങ്ങൾ കിട്ടി വീട്ടിലേക്ക് പറഞ്ഞയച്ചു. വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ശക്തമായിട്ടൊരു പൊട്ടൽ പൊട്ടിപ്പോൾ നമുക്കൊന്ന് പേടിച്ചു പോയിപ്പോയി, എല്ലാവരും പതറിപ്പോയിപ്പോയി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. അതായത് ഈ സംഭവ സ്ഥലത്ത് വെച്ച് പൊട്ടിയതല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ഈ വീട്ടിൽ വന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അവിടെ നിന്ന് നേരെ ഒരു അമിട്ട്, ചെറിയൊരു അമിട്ടാണെങ്കിൽ പോലും അത് നേരെ ഈ വീടിൻ്റെ ടെറസ് ഭാഗത്ത് വന്ന് പൊട്ടിയത് കൊണ്ടാണ് ഈ വീടിന് ഇത്രയും ഗുരുതരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ മുകൾ നിലയിലെ എല്ലാ ഡോറുകളും തകർന്നിരിക്കുന്ന സ്ഥിതിയിലാണുള്ളത്. ഈ ഡോറ് ഇത് അത്യാവശ്യം നല്ല ബലമുള്ളൊരു ഡോറാണ്. നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാകും. ആ കട്ടിലെല്ലാം കണ്ടാൽ മനസ്സിലാവും. ആ കട്ടിലയുടെ മേഖല അതെല്ലാം തകർന്ന് വിണ്ടു നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. വലിയ നാശനഷ്ടമാണ് ഈ വീടിനും ഈ സെൽജോ ചേട്ടന്റെ കുടുംബത്തിനും ഉണ്ടായിട്ടുള്ളത്. സുരക്ഷ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിന്റെ ഫിറ്റ്നസ് ഇനി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. സമീപവാസിയാണ്, ഇരുനില കെട്ടിടമാണ്. അതിന്റെ മുകൾ ഭാഗത്ത് വന്ന് ഗുണ്ടുവെന്ന് വീണ് പൊട്ടി ഇതാ അതിന്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് കൂടി കിടക്കുന്നതാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത്രയും വലിയ ആഘാതമാണ് ഇത്. ഇപ്പോൾ ഈ സെൽജോ ചേട്ടന്റെ വീടും ഈ പൊട്ടിയ മുണ്ടത്തിക്കോട്ടെ ഈ പടക്ക നിർമ്മാണശാലയും തമ്മിൽ എത്ര ദൂരമുണ്ട് ഇക്ബാൽ? അരുൺ, നിലവിൽ സെൽജോ ചേട്ടൻ പറയുന്നത്, സെൽജോ ചേട്ടാ ഇതും ഈ മുണ്ടത്തിക്കോട് അപകട സ്ഥലം, അത് സതീശന്റെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഒരു 150 മീറ്റർ ദൂരമാണ്. 150-200 മീറ്റർ ഇവിടെ തന്നെ സാർക്ക് കാണാൻ കഴിയും. ആ ദൂരം തന്നെ ഉള്ളൂ. നമുക്ക് 150 മീറ്റർ 200 മീറ്ററേ ഉള്ളൂ. എൻ്റെ വീടിന്റെ പറമ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥലമായി, ഏരിയ ആയി, അത്രേ ദൂരേ ഉള്ളൂ. ഒരു കാര്യം പിന്നെ ഒരു 100 മീറ്റർ സെൽജു ചേട്ടനോട് ചോദിക്കുമോ, ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ തന്നെയാണല്ലോ ഈ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട്, തിരുവമ്പാടിക്ക് വേണ്ടിയിട്ട് സാമ്പിൾ വെടിക്കെട്ടിന്റെ വെടിമരുന്ന് നിറയ്ക്കുന്നത്. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ആശങ്കയോ ഭയമോ ഉണ്ടായിരുന്നോ എന്ന്? അതായത് സെൽജു ചേട്ടാ, കഴിഞ്ഞ കുറേ കാലങ്ങളായി തിരുവമ്പാടിൻ്റെ ഈ വെടിക്കെട്ട് നിർമ്മാണം ഇവിടെ നടക്കുന്നു സതീഷിന്റെ നേതൃത്വത്തിൽ. ഇത്രയും കാലം നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയോ അല്ലെങ്കിൽ എന്തെങ്കിലും പേടിയോ ഭയോ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, നമുക്ക് ഇതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കാറില്ല. അവർ നമ്മൾ സാധാരണ പോലെ പടക്കം ഉണ്ടാക്കുന്നു, പടക്കം കൊണ്ടുപോകുന്നു, പൊട്ടിക്കുന്നു, ആ രീതിയിൽ നമ്മളതിനെ കാണുന്നു. ഇത്തരത്തിൽ പ്രവർത്തനം ചെറുപ്പം മുതലേ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ആ ഒരു രീതിയിലുള്ള ചിന്ത, നമുക്ക് ടെൻഷനോ കാര്യങ്ങളോ ആ രീതിയിൽ ചിന്ത ഉണ്ടായില്ല. ഇപ്പോൾ ഇങ്ങനൊരു സംഭവം സംഭവിച്ച ശേഷമാണ് നമുക്ക് അതിൻ്റെ ആ വ്യാപ്തി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കാൻ ആ ഒരു സാഹചര്യം ഇപ്പോഴാണ് ഉണ്ടായത്. നമ്മൾ സാധാരണ വെടിക്കെട്ട് കാണാൻ പോവും, ആ ഒരു പ്രശ്നം അത് നമുക്ക് കാണാൻ കഴിയും, പൊട്ടുന്നത് അല്ലെങ്കിൽ ആ ഒരു ശബ്ദത്തിൻ്റെ ആ ഒരു തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് പറഞ്ഞാൽ നമുക്ക് മൊത്തമായിട്ട് പൊട്ടുകയാണ്. ഇനിയിപ്പോൾ അവിടുന്ന് തെറിച്ച് വരുമോ, എന്തെങ്കിലും പൊട്ടി മുന്നിലേക്ക് വരുമോ എന്നുപോലും അറിയില്ല.
എല്ലാവരും അങ്ങോട്ട് ഇറങ്ങി ഓടുക എന്നുള്ള ഒരു ചിന്ത മാത്രമേ ആ സമയത്ത് ഇതിൽ ജീവൻ രക്ഷിക്കാന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രേ ചിന്ത. ഏകദേശം എത്ര പേരുണ്ടായിരുന്നു ആ സമയത്ത്? എൻ്റെ വീട്ടിലൊരു 30 പേരുണ്ടായിരുന്നു. 30 പേര് ഈ പള്ളിപ്പെരുന്നാളുടെ ഭാഗമായിട്ട് നല്ല ഭാഗമായിട്ട് വന്നതാണ്. പള്ളിപ്പൻ്റെ ഭാഗമായിട്ട് 30 പേര് വന്നിരുന്നു. അവർ ഭക്ഷണം കഴിച്ചു, ഒന്ന് സമാധാനത്തിനെ കുറിച്ച് ഇരിക്കുക, ചായ കുടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമ്പോഴേക്കാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ഈ വൈകുന്നേരം പള്ളിപ്പെരുന്നാൾ നടക്കുന്ന കുട്ടംകുളം പള്ളി, അത് ഈ സംഭവ സ്ഥലത്തിന് ഏകദേശം അടുത്ത് തന്നെയല്ലേ? അതെ തീർച്ചയായും അടുത്ത് തന്നെയാണ്. ഒരു 1/2 കിലോമീറ്റർ പോലും ദൂരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ 1 കിലോമീറ്റർ ദൂരം. ആ ഉള്ളിൽ തന്നെയാണ് ഞങ്ങളുടെ പള്ളി നിൽക്കുന്നത്. വൈകുന്നേരം ആൾക്കാർ കൂടുതലായിട്ട് ഈ പോകുന്നൊക്കെ ഈ വഴി കൂടെ. തീർച്ചയായും അതിൻ്റെ അടുത്ത് കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. ആ റോഡ് കൂടെ തന്നെയാണ് പള്ളിയിലേക്ക് പോവുക. ഇത് സംഭവം ഞാൻ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ ഫ്രണ്ട് പറഞ്ഞത് ഫസ്റ്റത്തെ പൊട്ട് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പിന്നെ തീഗോളങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ചൂടായിരിക്കും ഇവിടെ നിന്ന് തള്ളിക്കൊണ്ടിരുന്നത്. പിന്നെ ഇത് പൊട്ട് നിന്നാലാണ് സാറുമാർക്കൊക്കെ അവിടെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് എല്ലാം കാണുമ്പോൾ ശരിക്കും അത് ആ ഗുണ്ട് തന്നെയാണ് ശരിക്കും ഇവിടെ മുകളിൽ വന്ന് പൊട്ടി. അതായിരിക്കണം എന്ന് എൻ്റെ നിഗമനം. കാരണം അതിനൊരു പീസ് ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഇപ്പോൾ അവിടെ പൊട്ടിയിട്ട് ആ അവശിഷ്ടം ഇങ്ങോട്ട് തെറിക്കില്ല. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ അതിന് ആളല്ല, കാരണം എനിക്കത് അറിയാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇവിടെ ഒരു പീസ് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. പകരം പിന്നെ ആ ഡോറ്, മരത്തിൻ്റെ ഡോറാണ്, അത് അങ്ങനെ പൊട്ടണം എന്നുണ്ടെങ്കിൽ സാധാരണ ഗ്ലാസ് പൊട്ടും. ഓക്കെ, നമുക്ക് കമ്പനം കൊണ്ടാണ് പൊട്ടുന്നത്. മരഡോർ അങ്ങനെ പൊട്ടണമെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒന്ന് അടിച്ചിട്ടുണ്ടായാലേ പൊട്ടുള്ളൂ, അല്ലെങ്കിൽ അത് പൊട്ടില്ല. കാരണം സാറ് കണ്ടിരുന്നില്ല, ആ ഡോറിൻ്റെ ഒരു ഉറപ്പ് അങ്ങനെ തന്നെ ആയിരുന്നു. കാരണം നമുക്കൊരു വീടിൻ്റെ ഒരു ഉറപ്പുള്ള ഒരു ഡോറാണത്. അപ്പം അടച്ചിട്ടത് കൊണ്ട് ഉള്ളിലേക്ക് വന്നു. വന്നില്ല. അവിടെ ആരും ഉണ്ടാവാത്തത് തന്നെ നമുക്ക് ദൈവം സഹായിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു കാരുണ്യം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ വീട്ടിൽ ഏകദേശം 30 ആളുകളാണ് ഈ കുട്ടംകുളം പള്ളിപ്പെരുന്നാളിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന സെൽജോ ചേട്ടൻ്റെ വീട്ടിൽ. പല ആളുകളും മുകളിൽ നിലയിൽ ഇരിക്കുകയായിരുന്നു. ചില ആളുകളെല്ലാം ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ സോഫ സെറ്റിലാണ് ഇരുന്നിരുന്നത്. ഇവരെല്ലാം ഇവിടെ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഈ ദുരന്തം ഉണ്ടാകുന്നത്, അപകടം ഉണ്ടാകുന്നത്. അതിലൊരു പടക്കം ഈ വീടിൻ്റെ മുകൾ നിലയിൽ വന്ന് പൊട്ടുക എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ദുരന്തമാണ് സംഭവിച്ചത്. എന്തായാലും തലനാരിഴക്കി ഈ കുടുംബത്തിൽ ഒരാൾക്ക് പോലും പരിക്കേൽക്കാതെ, ഗുരുതരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പറയേണ്ടത്. 30 ആളുകൾ ഈ വീടിനകത്ത് ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. കഷ്ടിച്ചൊരു 150-200 മീറ്ററിൽ താഴെ മാത്രമാണ് ഈ പടക്ക നിർമ്മാണശാലയും ഇപ്പോൾ ഇക്ബാൽ നിൽക്കുന്ന സിൽജോയുടെ വീടും തമ്മിലുള്ള അകലം. ആ വീടിന്റെ മുകളിലത്തെ നിലയിലേക്ക് ഒരു അമിട്ട് തന്നെ വന്ന് വീണ് പൊട്ടുക എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.